نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد فاتقوا الله إن الله خبير بما تعملون സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുഹറം മാസത്തിലെ മുഹറം 10 നോമ്പെടുത്താണ് നമ്മൾ ഓരോരുത്തരും ഈ പള്ളിയിലിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൻ്റെ ആരംഭമാണ് മുഹറം എന്ന് പറയുന്ന മാസം. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു വർഷം എത്രത്തോളം ദീനിൻ്റെ വിഷയത്തിൽ, നമ്മുടെ പരലോകത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും നമ്മുടെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ക്രമീകരിക്കുവാനും സാധിച്ചു എന്നൊരു ആത്മപരിശോധന നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രക്കിടയിൽ, അപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, വീടിന് വേണ്ടി എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല തിരക്കിലാണ്. ഈ തിരക്കിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഖുർആൻ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യരുടെ സ്വഭാവമായി പഠിപ്പിക്കുന്നുണ്ട്, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോലിക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സമ്പത്ത് വിശാലമാക്കാൻ വേണ്ടി നമ്മൾ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദുനിയാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓട്ടത്തിനിടയിൽ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാണ് അല്ലാഹ് പറയുന്നത്, വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ. പരലോകമാണ്
ഏറ്റവും ഹൈറായതും ശാശ്വതമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. ഇപ്പം മനുഷ്യ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ സ്വർഗം ലഭിക്കലാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത്. അവൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് അതാണ്. അത് സാക്ഷാത്കരിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ വിജയികളായി തീരുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിലെ, കുടുംബത്തിലെ, മക്കളുടെ, ജോലിയുടെ ആവശ്യങ്ങളുടെ പേരിൽ പലപ്പോഴും നമ്മൾ ആഖിറത്തിനെ മറക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്തു ഹശറിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊണ്ട ഒരു സമൂഹത്തോട് പരിശുദ്ധ ഖുർആനിന്റെ സംസാരമാണ്. വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ പരിപാലിക്കുന്ന, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അടുത്ത വാചകം എന്താ അറിയോ? വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഈ ദുനിയാവിൽ നിങ്ങൾ പടച്ചോനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം എന്താ അറിയോ? വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളത്തേക്ക് വേണ്ടി എന്താണ് നമ്മൾ ഒരുക്കി വെച്ചത് എന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 50 കൊല്ലം ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ലാതെ ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും നമുക്ക് തന്നു. നമ്മുടെ കിഡ്നിക്ക് പ്രശ്നമില്ല, പാൻക്രിയാസിന് പ്രശ്നമില്ല, കരളിന് പ്രശ്നമില്ല, കാലിന് പ്രശ്നമില്ല, കൈക്ക് പ്രശ്നമില്ല, ഒന്നിനും പ്രശ്നമില്ല. മനോഹരമായൊരു ജീവിതം പടച്ചോന് ഇത്രയും കാലം ജീവിക്കാൻ നമുക്ക് തന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നിട്ട് നമ്മൾ എത്രത്തോളം പടച്ചോന് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിച്ചു? നമ്മൾ ഒരാത്മപരിശോധന, ഒരാത്മവിചിന്തനം നടത്തേണ്ട ഒരു സമയവും സന്ദർഭവുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അടുത്ത വാചകം എന്താ അറിയോ? വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ. അടുത്ത വാചകം ഖുർആൻ പറയാ, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ മാത്രമല്ല, തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അതുകൊണ്ട് തിന്മകളെ നിങ്ങൾ സൂക്ഷിക്കണം. മാ യൽഫിദു മിൻ ഖൗലിൻ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഒരു വാക്കുപോലും നമ്മുടെ നാവുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്നില്ല. അത് രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അതിലെ നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്ന് പറയപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഉടമകളാണ് നമ്മൾ എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ലോകത്തറിയപ്പെട്ട മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ, അതിലേറ്റവും പ്രഗത്ഭനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്താ അറിയോ? വന്ദുറു, നിങ്ങൾ ഓരോരുത്തരും നോക്കണം, പരിശോധിക്കണം. മാദാ ഇദ്ദഹർതും ലിഅൻഫുസികും മിനൽ അഅമാലി സ്വാലിഹ, എന്താണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കി കൂട്ടിവെച്ചത്? ലിയൗമി മആദിക്കും, മടക്ക ലോകത്തിന്റെ അന്നേക്ക് വേണ്ടി, മടങ്ങിപ്പോകുന്ന ദിവസത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത്? വഅർദിക്കും അലാ റബ്ബിക്കും, നിങ്ങളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി എന്താണ് നിങ്ങൾക്കുള്ളത്? സഹോദരങ്ങളെ, നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കേ, 5 നേരത്തെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ്? പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ്? ദിക്റുകളും ദുആകളും ചൊല്ലുന്നിടത്ത് നമ്മൾ എവിടെയാണ്? നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നിടത്ത് നമ്മൾ എവിടെയാണ്? നമ്മുടെ കുടുംബത്തിൽ ഒരു ഏറ്റവും നല്ല ഭർത്താവാകേണ്ടടുത്ത് എത്രത്തോളം നമുക്കത് നല്ല ഭർത്താവായ മാതൃകാ ഭർത്താവാകാൻ സാധിച്ചിട്ടുണ്ട്? ഏറ്റവും നല്ല പിതാവാകേണ്ട സമയത്ത്, ഏറ്റവും നല്ല മകനാകേണ്ട സമയത്ത്, ഏറ്റവും നല്ല പ്രബോധകനാകേണ്ട സമയത്ത്, ഏറ്റവും നല്ല അയൽവാസിയാകേണ്ട സമയത്ത് നമ്മൾ എത്രത്തോളം അവിടെയെല്ലാം മികച്ച പ്രവർത്തനങ്ങളുമായി നമുക്ക് അവിടെയൊക്കെ എത്രത്തോളം നമുക്ക് മികച്ച പ്രവർത്തനങ്ങളുമായി നമുക്ക് അവിടെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ആത്മപരിശോധന നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. നമ്മൾ ഖുർആൻ പാരായണത്തിന്റെ കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനം എന്താ അറിയോ? നമ്മൾ ജീവിതത്തിൽ എന്നാണ് നമ്മൾ മരിച്ചു പോകാൻ നമുക്കൊരിക്കലും പറയാൻ പറ്റൂല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്നൊരു ചെറിയ കുറഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ബൈക്കിൽ 2 വീലറിൽ ഒരു യാത്ര പോയതാണ്. ഒരു ഖുർആൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം യാത്ര ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഒരു കാർ ഇടിച്ചിട്ട് മൂപ്പര് മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മരണം എങ്ങനെ വരൂ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
നമുക്കൊക്കെ അറിയാം, ഇവിടെ മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിൽ നിന്ന് 13 പേര് യാത്ര പോയി. തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കറിയാം വലിയൊരു അപകടം സംഭവിച്ചു. 9 പേര് 10 പേര് അതിൽ മരണപ്പെട്ടു പോയി. മരണം എങ്ങനെ വരും നമുക്കാർക്കും പറയാൻ പറ്റൂല. ആർക്കെങ്കിലും പറയാൻ പറ്റൂ? വമാത്തദിരീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടുന്ന് മരിക്കും, ഏത് സമയത്ത് മരിക്കും, ഏത് പ്രായത്തിൽ മരിക്കും എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? കേട്ടുകൊണ്ടിരിക്കുന്ന മരണങ്ങളൊക്കെ അങ്ങനല്ലേ? നിങ്ങൾ നോക്ക്, ഈ പള്ളിയിൽ എൻ്റെ മുന്നിലിരുന്ന 10-15 ആൾക്കാർ ഇന്ന് ഖബറിലാണ്. എനിക്ക് ഓർമ്മയുള്ള മനുഷ്യന്മാർ, എനിക്ക് ഓർമ്മയില്ലാത്ത മനുഷ്യന്മാർ വേറെ ഉണ്ടാകും. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഞാൻ എന്നും കാണുന്ന കുറേ മുഖങ്ങൾ, ആക്സിഡന്റിൽ മരിച്ചവരുണ്ട്, അറ്റാക്ക് വന്ന് മരിച്ചവരുണ്ട്. എത്ര മനുഷ്യന്മാരാണ്! എങ്ങനെ നമ്മളൊക്കെ മരിക്കുക നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? മരണം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ, അത് മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ പച്ചയായി നിലനിർത്തണം. ഞാൻ മരിക്കും, എന്റെ മയ്യത്തും കുളിപ്പിക്കും, എന്നെയും 3 കഫം പുടവ കൊണ്ട് പൊതിയും, എന്നെയും 6 കാലുള്ള കട്ടിലിൽ പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെ 6 അടി മണ്ണിൽ എന്നെ താഴ്ത്തി വെച്ച്, അവിടെ കല്ലുകൾ വെച്ച്, മരങ്ങൾ വെച്ച്, അവിടെ പലക വെച്ച്, മണ്ണിട്ട് എന്നെ മൂടി, എല്ലാവരും തിരിച്ചു പോരും. അങ്ങനെ ഒരു ബോധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നാണോ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നത്, അന്നാണ് നമുക്കൊരു മനുഷ്യനാകാൻ പറ്റുക, അന്നാണ് ഒരു മുഅ്മിനാകാൻ നമുക്ക് പറ്റുക, അന്നാണ് ഏറ്റവും നല്ല ഭർത്താവാകാൻ പറ്റുക, അന്നാണ് ഏറ്റവും നല്ല സ്വാലിഹായ ഒരു മനുഷ്യനായി മുഹയ്യസുന്നയായി ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ശരിയാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ വിശ്വാസത്തിന്റെ മേഖലകളിൽ ഒരു പുഴുക്കുത്തും വരരുത്. പുഴുക്കുത്തു വന്നാൽ മരിക്കാൻ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലിയിട്ട് മരിക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് പടച്ചോ നമ്മളോട് പറഞ്ഞെന്താ അറിയോ? മനുഷ്യന്മാരെ നിങ്ങൾ എപ്പോഴും പടച്ചോനോട് പറയണം, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. പടച്ചോനെ, ഹിദായത്ത് എന്നൊരു വെളിച്ചം എനിക്ക് കിട്ടി. ലോകത്തുള്ള 10,000-കണക്കിന് മനുഷ്യർക്കിടയിൽ, ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ ഏകനായ സർവാധിനാഥനായ എന്റെ റബ്ബിനെ തിരിച്ചറിയാനും അവന് മാത്രം ആരാധനകൾ അർപ്പിച്ച് തൗഹീദിലധിഷ്ഠിതമായ ജീവിതം നയിക്കാനും ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് റബ്ബേ. അത് വലിയ തൗഫീക്കാണ്. അത് നമ്മളാരുടെ കഴിവുകൊണ്ടല്ല, അത് പടച്ചോ നമുക്ക് തന്നൊരു ഏറ്റവും വലിയ തൗഫീക്കാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. പടച്ചോനെ, ആ ഹിദായത്ത് തന്നതിന് ശേഷം ആ ഹിദായത്തിൽ നിന്ന് എന്റെ ഹൃദയത്തെ തെറ്റിച്ച് കളയല്ലേ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചോനെ, നിന്റെ ദീനിന്റെ കാര്യത്തിൽ നിന്ന് എന്റെ ഹൃദയത്തെ തെറ്റിച്ച് കളയല്ലേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. നിങ്ങൾ നോക്കൂ, വലിയ സമ്പത്ത്, സാമ്പത്തികമായി നല്ല ഭദ്രത ഉണ്ടായിരുന്ന ഒരു കാലം, അന്ന് ദീനിന്റെ കൂടെ ഒക്കെ ഉണ്ട്. സാമ്പത്തികമായി ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ദീനൊക്കെ പോയി. അവസാനം ആത്മഹത്യയിൽ അഭയം തേടുന്ന എത്ര മനുഷ്യന്മാർ നമ്മൾ കാണുന്നുണ്ട്. മുഅ്മിനായി ജീവിച്ച് മുസ്ലിമായി ജീവിച്ച് കാഫിറായി മരിക്കുന്ന എത്ര മനുഷ്യന്മാരെ നമ്മുടെ നാട്ടിലുണ്ട്. ഒരിക്കലും അത്തരം ഒരു അപകടത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ പടച്ച റബ്ബിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ കൈ ആരുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അഥവാ അല്ലാഹു തന്നെയാണ് സത്യം. ലശ്ശിർകു അഖ്ഫ മിൻ ദബീബിദ് ദം, അഥവാ ചെറിയ ഉറുമ്പ്, കറുകറുത്ത ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാളും ഗോപ്യമായി ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക് അലാ മാ യദ്ഹബു സിഗാറ ശിർകി വകബീറ. എത്ര വലിയ ശിർക്കാണെങ്കിലും ചെറിയ ശിർക്കാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതിനെ പോക്കിക്കളയാൻ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. സഹാബിമാര് പറഞ്ഞു, നബിയെ, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. കാരണം എത്ര വലിയ ശിർക്ക് വരികയാണെങ്കിലും എത്ര ചെറിയ ശിർക്ക് വരികയാണെങ്കിലും അതിനൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ, പോക്കിക്കളയാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞപ്പോ സഹാബിമാര് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എല്ലാ പ്രഭാതത്തിലും നിങ്ങൾ പടച്ച റബ്ബിനോട് പറയണം. എന്തു പറയണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു പടച്ചോനെ. ലിമല അഅലം, ഞാൻ അറിയാതെ വല്ല ശിർക്കിന്റെ പ്രവർത്തനവും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പടച്ചോനെ എനിക്ക് പുറത്തു തരണേ. ആദ്യം പറഞ്ഞ എന്താ? അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിനെ
ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്നാണ്, രക്ഷ ചോദിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമ ലാ അഅലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലിയ ശിർക്കിനെ നമ്മൾ പേടിക്കണം. അത് ദീനിൽ നിന്ന് നമ്മളെ പുറത്താക്കുന്ന ശിർക്കാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണത്. അതേപോലെ തന്നെ ചെറിയ ശിർക്കിനെയും നമ്മൾ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് എന്റെ ഉമ്മത്തിലെ ചെറിയ ശിർക്കാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി അമലുകൾ ചെയ്യുന്ന റിയാഇനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്കിടക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിനശ്ശിഖാഖ്. മിനശ്ശിഖാഖ് എന്താണ് ഷിഖാഖ്? ഷിഖാഖ് എന്ന് പറഞ്ഞാൽ മുഖാലഫത്തുൽ ഹഖ്, സത്യത്തിനെതിരാവുക. അല്ലാഹുവേ, സത്യം ഇന്നതാണെന്ന് എനിക്കറിയാം, എന്നിട്ടും കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി, മഹല്ലിന് വേണ്ടി, വ്യക്തിത്വത്തിന് വേണ്ടി ഞാൻ ആ സത്യത്തിനെതിരാകുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു റബ്ബേ. അതേപോലെ തന്നെ വന്നിഫാഖ്, കാപട്യത്തിൽ നിന്ന്. കാപട്യം മുസ്ലിമാണ്, മുഅ്മിനാണ്, സമൂഹത്തിന്റെ മുമ്പിൽ മാത്രം മുസ്ലിം. വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക്, സാമൂഹ്യ ജീവിതത്തിലേക്ക്, സ്വകാര്യതകളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇസ്ലാമില്ല, പുറത്തു മാത്രം ഇസ്ലാം. അങ്ങനത്തെ ഒരു കാപട്യം പടച്ചോനെ എന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു പടച്ചോനെ. വസൂഇൽ അഖ്ലാഖ്, എല്ലാ മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും പടച്ചോനെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ സ്വഭാവം കൊണ്ടാണ്, അയാളുടെ പെരുമാറ്റം കൊണ്ടാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. പ്രവാചകരെ, അങ്ങങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമാണെങ്കിൽ ആളുകളൊക്കെ നിങ്ങളുടെ ചുറ്റിൽ നിന്നും ഓടിപ്പോകുമായിരുന്നു. അങ്ങയുടെ മനോഹരമായ സ്വഭാവമാണ്, അങ്ങയുടെ മനോഹരമായ പെരുമാറ്റമാണ് അങ്ങിലേക്ക് ആളുകളെ ആകർഷിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഒരു മതക്കാരനും നമ്മുടെ മതത്തെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. നമ്മുടെ പെരുമാറ്റം കണ്ട്, നമ്മുടെ സ്വഭാവം കണ്ട്, നമ്മുടെ ഇടപാടുകൾ കണ്ട് ആളുകൾ നമ്മളെ അംഗീകരിക്കണം, ആളുകൾ നമ്മളെ ഉൾക്കൊള്ളണം, ആളുകൾ നമ്മളെ വിലയിരുത്തണം, ആളുകൾ നമ്മുടെ മഹത്വം തിരിച്ചറിയണം. അതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ നമ്മളിലുണ്ടോ എന്ന ആത്മപരിശോധനയാണ് പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അങ്ങനെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, എല്ലാ നന്മകളിലും മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മൾ പങ്കാളികളാകണം. മുസ്ലിം എന്ന് പറയുമ്പോൾ 5 നേരം നിസ്കരിക്കുക, നോമ്പെടുക്കുക, പള്ളിയിൽ കഴിയുക എന്നതിനപ്പുറത്തേക്ക് ഒരു മുസ്ലിം സാമൂഹിക രംഗത്ത് ഇത്രയധികം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടൊരു മതത്തിൻ്റെ അനുയായികൾ വേറെയില്ല. ഇങ്ങോട്ട് നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് സ്വഹാബിമാരോട്, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നോമ്പുകാരൻ? ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് രോഗിയെ സന്ദർശിച്ചത്? ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത്? ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത്? ആരും ഒന്നും മിണ്ടുന്നില്ല. സദസ്സിൻ്റെ പിന്നിൽ നിന്ന് ഒരു വെളുവെളുത്ത കൈ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ആ കൈയുടെ ഉടമ പറയാണ്, നബിയെ, എനിക്കൊന്ന് നോമ്പാണ്. നബിയെ, ഞാനിന്നൊരു രോഗീനെ സന്ദർശിച്ചിട്ടുണ്ട്.
നബിയെ, ഞാനിന്നൊരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നബിയെ, ഞാനിന്ന് ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ അറിയോ? മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യങ്ങൾ ഒരാളിലുണ്ടോ അവൻ സ്വർഗത്തിലാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാ നന്മകളിലും നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം. നമ്മുടെ ചുറ്റുപാടുകളിലും പാവപ്പെട്ട രോഗികളുണ്ട്. ഒരു നേരത്തെ മരുന്നിന് പോലും വകയില്ലാത്ത പാവങ്ങളുണ്ട്. അവരെ സഹായിക്കുന്നിടത്ത് മുന്നിൽ നമ്മൾ ഉണ്ടാകണം. ക്യാൻസർ രോഗികളുണ്ട്, ചികിത്സക്ക് പണമില്ലാത്തവരുണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്, അവരെ നമ്മൾ കാണണം. അങ്ങനെ നോക്കൂ, നമ്മുടെ നാടുകളിൽ നേരത്തെ ഒന്ന് കട അടിച്ചിരുന്നുവെങ്കിൽ, ആ ലൈറ്റ് ഒന്ന് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ആ കടയുടെ തിണ്ണയിൽ ഒന്ന് നേരത്തൊന്ന് ഉറങ്ങാമായിരുന്നു എന്ന് വിചാരിക്കുന്ന വീടില്ലാത്ത 10,000-കണക്കിന് മനുഷ്യര് ഈ നാട്ടിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മുന്നിൽ നമ്മൾ ഉണ്ടാകണം. എല്ലാ നന്മകളിലും നമ്മൾ ഉണ്ടാകണം എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായികളാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക. ഇത്രയും കൊല്ലത്തിന്റെ ഇടയിൽ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാനിതൊക്കെ ചെയ്തു എന്നതല്ലാതെ ഒരു പാവപ്പെട്ട ഒരു രോഗിക്ക് വേണ്ടി, പാവപ്പെട്ട ഒരു മനുഷ്യന്റെ വീടിന് വേണ്ടി, ഏതെങ്കിലും ഒരു നന്മക്ക് വേണ്ടി പുറത്തിറങ്ങാൻ എനിക്ക് സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പാവപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി നിങ്ങൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾ മനസ്സിലായിക്കോളി, മദീന പള്ളിയിൽ, അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ നിങ്ങൾ 2 മാസം ഇത്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ചു തന്ന ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് ഒരു രോഗിക്ക് വേണ്ടി ഒന്ന് കഷ്ടപ്പെടുമ്പോ വേദനിക്കണ്ട, കൂലി ഉണ്ടെന്ന് മനസ്സിലാക്കുക, വലിയ പ്രതിഫലം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ പ്രതിഫലം നേടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ മാതാവ് കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറ് സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ജോലിയിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.